ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണ്. അതായത് കടലപ്പരിപ്പ് വേണം നമുക്ക് കുറച്ച് മൈദ, പിന്നെ വേണ്ടുന്ന ഏലക്ക, ശർക്കര. ഈ കടലപ്പരിപ്പും കുറച്ച് നെയ്യും കൂടെ, ഒരു സ്പൂൺ നെയ്യും കൂടെ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. നമ്മൾ ആ ശർക്കര ഉരുക്കി എടുത്തു, കാരണം അതിനകത്തൊക്കെ അഴുക്ക് കാണുമല്ലോ, അഴുക്കൊന്നും വരരുതല്ലോ. വേണം നമ്മൾ ആ ഉരുക്കി എടുത്തിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പിനകത്തേക്ക് ഇത് ഒഴിച്ച് നല്ലവണ്ണം വരട്ടി, ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വഴറ്റി എടുത്തിട്ട് വേണം അത് തണുപ്പിച്ചിട്ടതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് 2 ഏലക്കായുടെ ഇട്ടേക്കുക. അപ്പോൾ നല്ലൊരു മണം കിട്ടും. പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും നമ്മുടെ ഇതിനകത്ത്. പിന്നെ ശകലം നെയ്യൂടെ ആ സമയത്ത് ഇതിട്ട് വഴറ്റുന്ന സമയത്ത് ശകലം നെയ്യൂടെ ആഡ് ചെയ്തേക്കണം. ഇതാണ് നമ്മളുടെ വരട്ടിയ കടലപ്പരിപ്പ്. ഇനി നമ്മൾ ഒന്ന് തണുത്തിട്ട് വേണം മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാൻ. ഇതാണ് നമ്മൾ അരച്ചെടുത്ത കടലമാവ്. ഇനിയും ഈ മൈദ അതിലേക്കിട്ട് ഏകദേശം ചപ്പാത്തിയുടെ ആട്ട കുഴയ്ക്കുന്ന പോലെ കുഴച്ച് കട്ടിയാക്കി എടുക്കണം. പിന്നെ വേണം ചപ്പാത്തി പരക്കെ വെച്ച് അതൊന്ന് പരത്തി ദോശക്കല്ലിട്ട് അപ്പുറം എണ്ണ നെയ്യ് തടവി മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. പിന്നെ പുരൺപോളി എന്നൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ സാധാ 4 മണി പലഹാരം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കുഴച്ചെടുത്ത മാവാണിത്. അതിനെ ചെറിയ ഉണ്ടകളാക്കി നമ്മൾ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് മൈദമാവിനകത്ത് ജസ്റ്റ് തടവി ദോശക്കല്ലിലിട്ട് നമ്മൾ മൂപ്പിച്ച് സാധാരണ എടുക്കുന്ന പോലെ തന്നെ മൂപ്പിച്ചെടുക്കും. അപ്പം എന്നിട്ട് സാധാരണ ചായയുടെ കൂടെ പലഹാരമായിട്ട് നമുക്ക് കഴിക്കാനുള്ള. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ 4 മണി പലഹാരം.